നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലാണ് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കുറേ ക്ലാസ്സിന് മുമ്പ് നമ്മൾ കേന്ദ്ര നിയമനങ്ങൾ എന്നൊരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല നല്ല കുറേ നിയമനങ്ങളും അപ്ഡേറ്റ് ആയിട്ടുള്ള നിയമനങ്ങളും നമ്മൾ അതിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1-2 മാർക്ക് എന്തായാലും അതിൻ്റെ അകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്ന് കേരള നിയമനങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കേരള നിയമനങ്ങളിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കിപ്പോവാം. ആദ്യം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട നിയമനമായ നമ്മുടെ കേരള മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എന്നാലും ഒന്ന് റിവൈസ് ചെയ്തു പോവാം. കേരള മുഖ്യമന്ത്രി ആരെന്ന് നോക്കാം. ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി. ആരാണ്? ശ്രീ പിണറായി വിജയൻ. ഓക്കെ, ഇപ്പൊ ഈ ഡയറക്റ്റ് ആയിട്ട് കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ശ്രീ പിണറായി വിജയന്റെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ഡലം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം മണ്ഡലം നമ്മൾ പഠിച്ചു പോകണം. അത് നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ചെറിയ ഒരു 5 മിനിറ്റ് വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ശ്രീ പിണറായി വിജയന്റെ മണ്ഡലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധർമ്മടമാണ്. ഏതാണ് മണ്ഡലം? ധർമ്മടം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭാ സ്പീക്കർ ആരാണ്? നമ്മുടെ നിയമസഭാ സ്പീക്കർ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിയമസഭാ സ്പീക്കർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ AN ഷംസീർ ആണ് നമ്മുടെ നിയമസഭാ സ്പീക്കർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ മണ്ഡലം നമ്മൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിയമസഭാ സ്പീക്കർ ഒക്കെ ചോദിക്കാം. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല, നന്നായിട്ട് പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പം നമ്മൾ നിയമസഭാ സ്പീക്കർ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു ഇച്ചിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിയമസഭാ സ്പീക്കറിന്റെ മണ്ഡലം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. തലശ്ശേരിയാണ് AN ഷംസീർ നിയമസഭാ സ്പീക്കറിന്റെ മണ്ഡലം, തലശ്ശേരി. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ. ഇനി നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റയം ഗോപകുമാർ. ആരാണ്? ചിറ്റയം ഗോപകുമാർ. ഇവരൊക്കെ ഫോട്ടോ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഞാൻ തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റയം ഗോപകുമാർ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഇനി നമ്മൾ പ്രോടൈം സ്പീക്കർ എന്നുള്ളത് അധികം അങ്ങനെ ഇൻഡെപ്തിലേക്ക് പോകാത്ത ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഒരു താൽക്കാലിക സ്പീക്കറിനെയാണ്, നമ്മുടെ സ്പീക്കറിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു താൽക്കാലിക സ്പീക്കറിനെയാണ് ഈ പ്രോടൈം സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചുരുങ്ങിയ കാലാവധിയിലേക്കുള്ള ഒരു സ്പീക്കറിനെയാണ് പ്രോടൈം സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോടൈം സ്പീക്കർ ആരെന്ന് വെച്ചാൽ PTA റഹീമാണ്. അത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പ്രോടൈം എന്ന് പറഞ്ഞാൽ PT എന്നൊക്കെ വരുന്നില്ല. അപ്പോൾ ആദ്യം ആ പ്രോടൈമിന് ഈ PTയും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോടൈം PT. അപ്പോൾ പ്രോടൈം PTA എന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പ്രോടൈം PTA റഹീം അവിടെ കിട്ടിക്കോളും. അതങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടുണ്ട്, അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇത് ചോദിച്ചിട്ടുണ്ട് കുറെ എക്സാംസിന്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരാളുടെ ഒരു ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജഹാൻ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഷാജഹാൻ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, അതവിടെ സെറ്റാക്കി വെച്ചേക്കാം. നിങ്ങൾക്ക് മാറിപ്പോകുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നമ്മൾ നോക്കിയത്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു പൊസിഷനാണ്. അത് മാറിപ്പോരുത്. അത് നേരത്തെ പ്രണബ് ജ്യോതിയാനന്ദ് ആയിരുന്നു. ഇപ്പൊ അത് രത്തൻ യു ഗേൽക്കർ ആണ്. ഓക്കെ, സോറി, നേരത്തെ പ്രണബ് ജ്യോതിയാനന്ദ് ആയിരുന്നു. ഇപ്പോൾ അത് ആരാണ്? രത്തൻ യു ഗേൽക്കർ ആണ്. അത് മാറിപ്പോരുത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ചീഫ് ഇലക്ട്രൽ ഓഫീസറും ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. അത് അവിടെ സെറ്റാക്കി വെച്ചേക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. കാരണം ചീഫ് ഇലക്ട്രൽ ഓഫീസറിനെ നമ്മൾ CEO എന്ന് പഠിച്ചാൽ മതി. പിന്നെ അതിന്റെ എക്സ്പാൻഷൻ എഴുതി പഠിക്കുക. അത് ഇപ്പൊ ആരാണ്? അത് രത്തൻ യു ഗേൽക്കർ ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഒരെണ്ണം അതിന് മുകളിലുണ്ട്. അതായത് മനുഷ്യാവകാശ കമ്മീഷനെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യം മനുഷ്യാവകാശം, പിന്നെയാണല്ലോ വിവരം വേണ്ടത്. ആദ്യം മനുഷ്യന്റെ അവകാശം ലഭിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണല്ലോ വിവരം ലഭിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. ആ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. ഇവരുടെയൊക്കെ ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അലക്സാണ്ടർ തോമസ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇനി അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ ആരെന്ന് വെച്ചാൽ V ഹരിനായർ ആണ്. അത് വിവരമുള്ള ഹരി എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? വിവരമുള്ള ഹരി. അങ്ങനെ. അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് വെച്ചാൽ വിവരമുള്ള ഹരി, V ഹരിനായർ. ഓക്കെ, വിവരമുള്ള ഹരി ആരാണ്? V ഹരിനായർ, മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെയൊക്കെ ദൈവം എന്ന് വേണേൽ പറയാം. PSC ഒക്കെ പഠിക്കുന്നവരുടെ ദൈവത്തിന്റെ പേരാണ്, ലോഡിന്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാണ്? കേരള PSC ചെയർമാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MR ബൈജു. ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരു നല്ല സുന്ദരനായിട്ടുള്ള വ്യക്തിയാണ് MR ബൈജു. അതാണ് സൂചിപ്പിക്കുന്നതല്ല, പുള്ളിച്ചിരി ഗ്ലാമറൊക്കെ ഉള്ള ആളാണ്. ഇനി അടുത്തത് DGP ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിനു മുമ്പ് കറണ്ട് അഫയർ ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുന്നവർക്കറിയാം. DGP ഫയർഫോഴ്സിന്റെ ആളാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നു. ഫയർഫോഴ്സിന്റെ ആളായിരുന്നു നേരത്തെ.
ഇപ്പൊ ഡി ജി പി പോലീസ് സേനയുടെ ഏറ്റവും നിങ്ങൾക്കറിയാം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നാണ് ഡി ജി പിന്റെ ഫുൾ ഫോം. അപ്പൊ ഡി ജി പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡി ജി പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഓക്കെ, ഫോട്ടോയ്ക്ക് നമ്മൾ കൊടുത്തേക്കാം. അപ്പൊ ഇനി ഏറ്റവും അവസാനത്തെ ഇതിലെ ഏറ്റവും അവസാനത്തെ നമുക്ക് നോക്കാം. വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുണ്ട്, അതും മാറിപ്പോകുന്നതാണ്. വനിതാ കമ്മീഷന് അധ്യക്ഷയുണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്. അത് ചെയർപേഴ്സൺ സെപ്പറേറ്റ് വേറൊരാളായിരിക്കും, അധ്യക്ഷൻ വേറൊരാളായിരിക്കും. ആ പേര് കേട്ട് തന്നെ നമ്മൾ പിടിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പേര് മാറിപ്പോരുത്. ആ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അത് നമ്മൾ പഠിക്കാം. വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പി സതീദേവിയാണ്. ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പി സതീദേവിയാണ്. ഇതിലേക്ക് പോവാം, അടുത്ത സെറ്റ് ഓഫ് ഇതിലേക്ക് കറണ്ട് നിയമനങ്ങളിലേക്ക്. അപ്പൊ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ യുവജനകാര്യത്തിന് നോക്കിയായിരുന്നു, ഇത് എ ഷാജഹാൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് സ്പോർട്സ് കൗൺസിൽ നോക്കാം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാന്ന് നോക്കി കഴിഞ്ഞാൽ യു ഷറഫ് അലിയാണ്. ആരാന്ന്? യു ഷറഫ് അലി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ലെവലിൽ പഠിച്ചത് ഈ സംഭവം. ഇത് 2-3 എക്സാംസിന് ചോദിച്ചിട്ടുള്ള സംഭവമാണ്, അതായത് സംഭവം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷറഫ് അലിയാണ്. യു ഷറഫ് അലി. അടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ഏതാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ വി മനോജ് കുമാർ. ആരാണ്? കെ വി മനോജ് കുമാർ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ വി മനോജ് കുമാർ. ഓക്കെ, അടുത്തത് സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. അടുത്തത് ആരാണ്? സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ് നമ്മൾ നോക്കുന്നത്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. സാഹിത്യം സച്ചി, സാഹിത്യം സച്ചി എന്ന് ഓർത്താൽ മതി. സാഹിത്യം ആരാണ്? സച്ചി. അപ്പോൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രതിപക്ഷ നേതാവ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ അത് ചോദിക്കാനും സാധ്യതയുണ്ട്. 100% നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രതിപക്ഷ നേതാവ് ആരാണ്? വി ഡി സതീശൻ. ഈ വി ഡി സതീശൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഡി സതീശൻ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് പറവൂർ. ഒന്നും കൂടെ നോക്കിയോ, നോർത്ത് പറവൂർ. അത് നിങ്ങൾ പറഞ്ഞു പഠിക്കും. നോർത്ത് പറവൂർ ആണ്, പരവൂർ അല്ല കേട്ടോ, നോർത്ത് പറവൂർ. ഓക്കെ, അടുത്തത് വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ. നമ്മൾ വനിതാ കമ്മീഷന്റെ മറ്റേ നോക്കിയായിരുന്നു, ഇത് വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ. ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് രണ്ടും നിങ്ങൾ നോക്കി വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഒന്ന് എടുത്ത് ഒന്ന് എഴുതി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ് കെ സി റോസക്കുട്ടി. ആദ്യം നമ്മൾ പറഞ്ഞത് പി സതീദേവിയാണ്, ഇത് കെ സി റോസക്കുട്ടി, മാറിപ്പോരുത്. വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ കെ സി റോസക്കുട്ടി. ഓക്കെ, നമുക്ക് പൊതുവെ ചോദിക്കാറുള്ളത് ഈ പി സതീദേവിയാണ്. ചിലപ്പോൾ പി എസ് സി എടുത്തിട്ട് ചോദിക്കും ഈ ക്വസ്റ്റ്യൻ എങ്ങനെയിരിക്കും, ഏത് വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ്. അപ്പൊ നമ്മൾ പി സതീദേവി എഴുതിയ ഒരു മാർക്ക് അങ്ങ് പോകും, 0.33 അങ്ങ് പോകും. അപ്പൊ അത് നിങ്ങൾ നോക്കി അങ്ങ് വെച്ചേക്കാം. അടുത്തത് മലയാളം മിഷൻ ഡയറക്ടർ. മലയാളം മിഷന്റെ നമ്മൾ ഈ എല്ലാവർക്കും തിമിരം ഇതൊക്കെ ഉണ്ടല്ലോ, കവിതയൊക്കെ ഉണ്ടല്ലോ. അപ്പം നല്ല മലയാളത്തിൽ നല്ല ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ 2 ആൾക്കാരെ ഓർക്കാം. ഒന്ന് മലയാളം മിഷന്റെ, അതായത് പൊതുവെ കവികളിൽ കേട്ടോ, കവികളിൽ എനിക്ക് ഓരോരുത്തർക്കും ഓരോ കവികളെയും രചയിതാക്കളായിരിക്കും ഇഷ്ടം. എൻ്റെ പേഴ്സണലി ഞാൻ മുരുകൻ കാട്ടാക്കടേനെയും നമ്മുടെ ബാലചന്ദ്രൻ, ശുഭിത യൗവനത്തിന്റെ കവി എന്നൊക്കെ പറയുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയാണ് ഓർക്കാറ്. അപ്പം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ തന്നെയാണ് മലയാളം മിഷന്റെ ഡയറക്ടർ. ആരാണ്? മുരുകൻ കാട്ടാക്കട. ഓക്കെ, നമ്മുടെ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റ്സ് നമ്മൾ പറയാം. അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ. ഗവർണർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കാത്തതാണ്. ഗവർണർ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ഗവർണർ ആരാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ, അതൊരു പുതിയ അപ്പോയിന്റ്മെന്റ്, ഇപ്പൊ കുറച്ചായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വ്യക്തിയാണ്. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയി. എത്രാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രാമത്തെ ഗവർണർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 23ാമത്തെ ഗവർണറാണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നമ്മുടെ ഗവർണർ, ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ എത്രാമത്തെ ഗവർണർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23rd ഗവർണർ ഓഫ് കേരളയാണ്. ഓക്കെ, 23rd ഗവർണർ ഓഫ് കേരളയാണ്. ഇനി നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, നിയമനമുണ്ട്. അതായത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതാണ് നിതിൻ മധുകർ ജാംദാർ. ആരാണ്? നിതിൻ മധുകർ ജാംദാർ. 39ാമത്തെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദാർ. പിന്നെ നമ്മുടെ എക്സൈസ് മേധാവി നമ്മൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട്, അത് മഹിപാൽ യാദവ് ആണ്. ആരാണ്? മഹിപാൽ യാദവ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ അടുത്ത ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നല്ല
സൂപ്പർ ഊർജ്ജമുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഉഷാർ കണ്ടന്റുകൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.